ഗുർദാസ്പൂരിലെയും അതിർത്തിയിലെയും അവസ്ഥ ഇപ്പോൾ? ഇപ്പോഴത്തെ പ്രത്യേക പശ്ചാത്തലത്തിൽ പഞ്ചാബ് സംസ്ഥാനത്ത് തന്നെ ആദ്യമായി ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ച ഒരു ജില്ല കൂടിയാണ് ഗുർദാസ്പൂർ എന്നുള്ളത്. ഇന്നലെ രാത്രി 9 മണി മുതൽ ഇന്ന് പുലർച്ചെ 5 മണി വരെയായിരുന്നു ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരുന്നത്. നിർദ്ദേശങ്ങൾ ഈ മേഖലയിലെ സിവിലിയൻസിനൊക്കെ തന്നെ നൽകിയിരുന്നു. അരുൺകുമാർ, വീടുകളിൽ നിന്ന് പുറത്തിറങ്ങരുത്, വീടുകളിൽ ജനാല പോലെയുള്ള തുറസായ സ്ഥലങ്ങളിൽ നിൽക്കരുത്, കൃത്യമായിട്ടുള്ള സൈറൺ മുഴങ്ങുന്ന സമയത്ത് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണം. ആർമി സൈന്യം അതുമായി ബന്ധപ്പെട്ട കൃത്യമായ നിരീക്ഷണം നടത്തിവരികയാണ്. ആരും ഭയപ്പെടേണ്ട കാര്യമില്ലെന്ന നിർദ്ദേശം ജില്ലാ ഭരണകൂടം പ്രത്യേകമായി നൽകിയിരുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പഞ്ചാബിലെ അമൃത്സറിലും അതീവ ജാഗ്രത തുടരുകയാണ്. നമുക്കറിയാം, ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടായതിൽ പ്രധാനപ്പെട്ട ഒരിടമെന്ന് പറയുന്നത് ഈ പാകിസ്ഥാൻ പ്രവിശ്യയിലുള്ള പഞ്ചാബിലെ ഭീകര കേന്ദ്രങ്ങൾ കൂടിയായിരുന്നു. ജെയ്ഷെ മുഹമ്മദിൻ്റെയും അതുപോലെ തന്നെ മറ്റു 2 ഭീകര കേന്ദ്രങ്ങളുടെ ഹെഡ്ക്വാർട്ടേഴ്സ് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന സർജിക്കൽ സ്ട്രൈക്കിൽ തകർന്നിരുന്നത്. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ പഞ്ചാബ് അതിർത്തിയിലേക്ക് പാകിസ്ഥാനിൽ നിന്ന യുദ്ധവിമാനങ്ങൾ അതിർത്തി ലംഘിക്കാതെ തന്നെ ആ ഒരു മേഖലയിലേക്ക് കണ്ടതായിട്ടുള്ള വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. പഞ്ചാബ് സംസ്ഥാന ഭരണകൂടവും അത് സ്ഥിരീകരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. അതനുസരിച്ച് തന്നെ അതീവ ജാഗ്രതയോടുകൂടിയുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുമായിട്ട് തന്നെയാണ് പഞ്ചാബ് സർക്കാരും ഈ മേഖലയിലെ സൈന്യമൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഗുർദാസ്പൂരിലാണ്. ഗുർദാസ്പൂരിലും അമൃത്സറിലും ഉൾപ്പെടെ അതീവ ജാഗ്രതയുണ്ട്, സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്. അമൃത്സറിൽ ഗോൾഡൻ ടെമ്പിൾ ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന മേഖലയിൽ കൂടുതൽ പട്ടാളക്കാരെ വിന്യസിച്ചുകൊണ്ടുള്ള സുരക്ഷയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അമൃത്സറിലും കഴിഞ്ഞ ദിവസം ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരുന്നു എന്നുള്ളതാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു മേഖലയിൽ വെച്ച് ഇന്നലെ രാത്രിയോടുകൂടിയും അതോടൊപ്പം തന്നെ ഇന്ന് പുലർച്ചയോടുകൂടിയും വലിയ രീതിയിലുള്ള ശബ്ദങ്ങൾ കേട്ടിരുന്നു എന്നുള്ളതാണ് ഈ ഒരു മേഖലയിലെ പ്രദേശവാസികളൊക്കെ തന്നെ പറയുന്നത്. അവരൊക്കെ തന്നെ അവരുടെ ബന്ധുവീടുകളിലേക്ക് ഈ ഒരു ഘട്ടത്തിൽ മാറിയിട്ടുണ്ട്. ഈ ഒരു മേഖലയിൽ തൊട്ടടുത്ത പ്രദേശത്ത് തന്നെ ഒരു സൈനിക ക്യാമ്പും പ്രവർത്തിക്കുന്നുണ്ട്. ഉച്ചിവസി എന്ന് പറയുന്ന തൊട്ടപ്പുറത്ത് കാണുന്ന ആ ഒരു മേഖലയിലേക്ക് നമുക്ക് പോകാൻ സാധിക്കില്ല. ആ സൈനിക കേന്ദ്രത്തിൽ വെച്ചാണ് ഇവയൊക്കെ തന്നെ പ്രതിരോധിച്ചിരുന്നത്. പാകിസ്ഥാന്റെ ഷെല്ലാക്രമണം, ഡ്രോണുകൾ പോലെയുള്ളവ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാനുള്ള ശ്രമം നടത്തിയ സമയത്ത് തന്നെ പഞ്ചാബിന്റെ മണ്ണിലേക്ക് അത് വീഴാതെ തകർത്തു കളഞ്ഞു സൈന്യം എന്നുള്ളതാണ് ഈ ഒരു മേഖലയിലെ പ്രദേശവാസികളൊക്കെ തന്നെ നമ്മളോട് പറയുന്നത് എന്നുള്ളതാണ്. കൂടാതെ പഞ്ചാബ് സംസ്ഥാനത്ത് തന്നെ 2 ദിവസം പൂർണ്ണമായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള സർക്കാർ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ അതീവ ജാഗ്രതയുടെ ഭാഗമായി പ്രധാനമന്ത്രി പഞ്ചാബിലെയും രാജസ്ഥാനിലേക്ക് തന്നെ മുഖ്യമന്ത്രിമാരുടെ യോഗം വിളിച്ചു ചേർത്തിരുന്നു. കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയിരുന്നു, ഏകോപനം നിർവഹിച്ചു വരുന്നുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളൊക്കെ തന്നെ ഈ ഒരു മേഖലയിൽ നടന്നു വരികയാണ്. അമൃത്സർ അതുപോലെ തന്നെ ഗുർദാസ്പൂർ ഈ പ്രദേശങ്ങൾ ഉൾപ്പെടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ആ നിലയിൽ തന്നെ സജ്ജമാക്കിയിട്ടുണ്ടെന്ന് എന്നുള്ളതാണ്. ഒരു നിലയിലും പാകിസ്ഥാനെ സംബന്ധിച്ച് എല്ലാ ഘട്ടങ്ങളിലും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്താൻ സാധ്യതയുള്ള ഒരിടം കൂടിയാണ് പഞ്ചാബ് എന്നുള്ളത്. അതിർത്തി പങ്കിടുന്ന ഒരു മേഖലയാണ്. അമൃത്സർ, വാഗാ ബോർഡർ ഉൾപ്പെടെയുള്ള മേഖലകൾ നമ്മൾ നേരത്തെയൊക്കെ തന്നെ അത് കണ്ടിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ മേഖലകളിൽ നിന്നും തന്നെ ഒരു തരത്തിലും ഭയപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ ജില്ലാ ഭരണകൂടവും വ്യക്തമാക്കുന്നത്. അരുൺകുമാർ. ഓക്കെ, ഗുർദാസ്പൂരിലാണ്, പഞ്ചാബിലാണ്, അതിർത്തി പ്രദേശത്താണ് ഇപ്പോൾ മുബഷീറും സംഘവും ഉള്ളത്.